നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. തൃശൂർ പൂരം അലങ്കോലമാക്കാൻ RSS ശ്രമിച്ചുവെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചന. തൃശൂരിൽ BJP വിജയം കോൺഗ്രസിന് നഷ്ടപ്പെട്ട 86,000 വോട്ടുകൾ നേടി. RSS ബന്ധമെന്ന പ്രചാരണം മുഖ്യമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഇല്ലാതാക്കാൻ. സർക്കാരിന് PR സംവിധാനമില്ല. P ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കാതലായ പ്രശ്നമൊന്നുമില്ലെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ. കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുമായി കൈകോർത്ത് MK മുനീർ. പ്രവാസികൾക്ക് വേണ്ടി മുനീർ പ്രഖ്യാപിച്ച അമാന എംബ്രേറ്റ്സ് പദ്ധതിയുടെ പ്രധാന സംഘാടകൻ സ്വർണ്ണക്കടത്ത് പ്രതി അബുലേസ്. MK മുനീർ യുവാക്കളെ സ്വർണ്ണക്കടത്തിൽ കണ്ണിച്ചേർക്കുന്നുവെന്ന് VK സനോജ്. സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. 55 പോളിടെക്നിക് കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 46 ക്യാമ്പസുകളിലും SFI വിജയം. വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന് ജന്മനാടിന്റെ യാത്രാമൊഴി. അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. സംസ്കാരം നടന്നത് പൂർണ്ണ സൈനിക ബഹുമതികളോടെ കരൂർ സെന്റ് പീറ്റേഴ്സ് വലിയ പള്ളിയിൽ. ആശയപരമായി രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കാം, പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ അൺടച്ചബിലിറ്റി പാടില്ലെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ഒരു പോലീസ് ഓഫീസർ RSS നേതാവിനെ കാണുന്നതിൽ തെറ്റില്ലെന്നും ശ്രീധരൻപിള്ള. കേളപ്പനെ പോലെ താൻ ഹൃദയത്തിൽ സൂക്ഷിച്ച വിഗ്രഹമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് P കൃഷ്ണപിള്ളയെന്ന് കഥാകൃത്ത് T പത്മനാഭൻ. പ്രൊഫസർ MP മന്മഥൻ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് താരം റാഷിദ് ഖാൻ വിവാഹിതനായി. അഫ്ഗാനിസ്ഥാൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയാലേ താൻ വിവാഹിതനാകൂ എന്നായിരുന്നു സ്പിന്നർ റാഷിദ് ഖാൻ മുമ്പ് പറഞ്ഞിരുന്നത്. കാബൂളിലെ ഒരു ഹോട്ടലിൽ പഷ്തൂൺ ആചാരപ്രകാരമായിരുന്നു വിവാഹം. സംസ്ഥാനത്തിന്റെ മദ്യനയം തയ്യാറാണെന്ന് മന്ത്രി MB രാജേഷ്. ക്യാബിനറ്റിന്റെ അനുമതി മാത്രമേ ഇനി ആവശ്യമുള്ളൂവെന്നും മന്ത്രി. തൃശൂർ ബാങ്ക് ATM കവർച്ച നടത്തിയ കേസിലെ പ്രതികളെ കേരള പോലീസിന് കൈമാറി. ഹരിയാന സ്വദേശികളായ 5 പ്രതികളെയാണ് പോലീസ് സംഘത്തിന് കൈമാറിയത്. കൊല്ലത്ത് അതിദരിദ്രർക്ക് വിതരണം ചെയ്യാൻ വെച്ചിരുന്ന 400 ഇഡ്ഡലി നശിപ്പിച്ച നിലയിൽ. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിന് മുന്നിൽ വെച്ചിരുന്ന ഇഡ്ഡലിയാണ് സാമൂഹിക വിരുദ്ധർ എടുത്തുകൊണ്ടുപോയി റോഡരികിൽ തള്ളിയത്. പുക ഉയർന്നതിനെ തുടർന്ന് തിരിച്ചിറക്കിയ തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്കുള്ള വിമാനം പുറപ്പെട്ടു. വൈകിട്ട് 5:30 തിരിച്ചിറക്കിയ വിമാനത്തിന് പകരം ഏർപ്പാടാക്കിയ വിമാനം പുറപ്പെട്ടത്. രാവിലെ 10:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് പുക ഉയർന്നതിനെ തുടർന്ന് ടേക്ക് ഓഫിനിടെ തിരിച്ചിറക്കിയത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ അവഗണന തുടരുന്നുവെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. ഇതിനെതിരെ ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ വിപുലമായ പ്രചാരണം സംഘടിപ്പിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കാനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നതെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. ഇതിനെതിരെ അതിശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ.
ഹിന്ദു പത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ചുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. എന്നാൽ സർക്കാരിന് PR ഏജൻസി ഉണ്ട് എന്ന പ്രചാരണം മാധ്യമങ്ങൾ നടത്തിയെന്നും സർക്കാരിന് ഒരു PR ഏജൻസി സംവിധാനമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PR വർക്കിനായി സ്വച്ഛ് ഭാരതിൽ നിന്നും ചെലവഴിച്ചത് 8,000 കോടി രൂപ. തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെയാണ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. ADGPക്കെതിരായ ആരോപണത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ ഭാഗമാണ് CPI എന്നും മാധ്യമങ്ങൾ തിരക്കു പിടിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നവസാങ്കേതിക മേഖല ഒരുക്കുന്ന തൊഴിലവസരം നേടാൻ യുവതലമുറയെ പ്രാപ്തമാക്കണമെന്ന് മന്ത്രി MB രാജേഷ്. വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി. അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ICT അക്കാദമി ഓഫ് കേരളയുടെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. DYFIയുടെ നേതൃത്വത്തിൽ യൂത്ത് പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രൊഫഷണൽ മേഖലയിലെ വിവിധ വിഷയങ്ങൾ മീറ്റിൽ ചർച്ച ചെയ്യും. കൂത്തുപറമ്പ് മലയാളം കലാനിലയം നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം. പ്രശസ്ത തബലിസ്റ്റ് ഉസ്താദ് ഹാരിസ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ഉസ്താദിന്റെ മകൻ റോഷൻ ഹാരിസും സംഘവും അവതരിപ്പിച്ച റൂഹ് രംഗോട് കൂടിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. കല്ലേക്കാട് AR ക്യാമ്പ് റെസിഡൻഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദ്യം 2024 കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറി. മേപ്പാടിയിലെ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വിലങ്ങാടിലും സമഗ്രമായ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. അതിജീവിതർക്കായുള്ള അടിയന്തര സഹായങ്ങളും സജ്ജമെന്ന് സർക്കാർ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസ്ഹറുദ്ദീന് EDയുടെ സമൻസ്. നടപടി ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന കാലത്തെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ. തെലങ്കാന വനം വകുപ്പ് മന്ത്രി കൊണ്ട സുരേഖയ്ക്കെതിരെ മാനനഷ്ടത്തിന് പരാതി നൽകി നടൻ നാഗാർജുന. മന്ത്രിയുടെ ആരോപണങ്ങൾ തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തി. ആരോപണങ്ങൾ ക്രിമിനൽ കുറ്റമാണെന്നും നഷ്ടപരിഹാരം വേണമെന്നും പരാതിയിൽ. വിവാഹബന്ധത്തിലെ ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കേണ്ടതില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. കൂടിയാലോചനകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഭർതൃബലാത്സംഗം നിയമവിഷയത്തേക്കാൾ സാമൂഹികമായ വിഷയമാണെന്നും കേന്ദ്രം. വൈഗ എക്സ്പ്രസ് ട്രെയിനിന്റെ പടിയിലിരുന്ന് യാത്ര ചെയ്ത യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കടലൂർ സ്വദേശിയായ ബാലമുരുകൻ. ബാലമുരുകന്റെ കാൽ തെന്നി പ്ലാറ്റ്ഫോമിനും ട്രാക്കിനും ഇടയിലേക്ക് വീഴുകയായിരുന്നു.
പഞ്ചാബിലെ ലുധിയാനയിൽ 4 നില കെട്ടിടം തകർന്നു വീണു. അപകടത്തിൽ നിന്ന് യുവതിയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിസ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി നോർക്ക. സന്ദർശക വിസയെന്ന് രാജ്യം സന്ദർശിക്കുന്നതിനുള്ള അനുമതി മാത്രം. സന്ദർശക വിസ ജോലിക്കായുള്ള അനുമതിയല്ലെന്ന തിരിച്ചറിവുണ്ടാകണമെന്നും നോർക്ക. 6 വയസ്സുകാരിയെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ചു കൊന്ന പ്രിൻസിപ്പലിനെതിരെ നൽകിയത് 1700 പേജുള്ള കുറ്റപത്രം. കുറ്റപത്രം ശക്തമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് ഗുജറാത്ത് സർക്കാർ. വയസ്സുകാരിയായ മകളെ കാണാനില്ലെന്ന പരാതിയുമായി പിതാവ്. കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെ പീഡനക്കേസിൽ പിതാവ് അറസ്റ്റിൽ. പിതാവിന്റെ പീഡനം സഹിക്കാനാവാതെ വീട് വിട്ടു പോയതാണെന്ന് മകളുടെ മൊഴി. സംഭവം മുംബൈയിൽ. ഹിസ്ബുല്ല തലവനായിരുന്ന ഹസൻ നസ്രല്ലയുടെ മരുമകൻ ഹസൻ ജാഫർ അൽ ഗാസിർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ഡമാസ്കസിലെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന. ഗാസ ഗവൺമെന്റ് തലവൻ റൌഹി മുഷ്താഹ ഉൾപ്പെടെ 3 മുതിർന്ന ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ. വടക്കൻ ഗാസയിലെ ഒരു ഭൂഗർഭ കോമ്പൗണ്ടിൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു കൊലപാതകമെന്ന് ഇസ്രായേൽ. നൈജീരിയയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട 60 പേർ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഉത്സവത്തിൽ പങ്കെടുത്തു മടങ്ങിയവർ. അപകട സമയം ബോട്ടിൽ 300-ലധികം ആളുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട്. ലഹരിമുക്തി കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറി വെടിയുതിർത്ത യുവാവ്. 4 പേർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവം മെക്സിക്കോയിലെ സലാമൻസ്ക നഗരത്തിൽ. പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത് ആരായാലും കലഹങ്ങൾ മറന്ന് ഒരുമിക്കണമെന്ന് ഋഷി സുനക്കിന്റെ വിടവാങ്ങൽ സന്ദേശം. വിഭാഗീയതയും കലഹങ്ങളും അവസാനിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താനാവണം എല്ലാവരും ശ്രമിക്കേണ്ടതെന്നും ഋഷി സുനക്. സൗത്ത് കരോലൈനയിൽ ഹെലൻ ചുഴലിക്കാറ്റിൽ വൃദ്ധ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. മാർസിയ, ഭർത്താവ് ജെറി എന്നിവരാണ് മരിച്ചത്. ബീച്ച് ഐലൻഡിലെ മരങ്ങളിലൊന്ന് വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായി നിശ്ചയിച്ച പ്രൈം ടൈം അഭിമുഖം BBC റദ്ദാക്കി. അഭിമുഖം റദ്ദാക്കിയത് അവതാരകരിലൊരാൾ ചോദ്യങ്ങൾക്കായി തയ്യാറാക്കിയ കുറിപ്പുകൾ അബദ്ധവശാൽ ബോറിസ് ജോൺസൺ അയച്ചതോടെ. കരിഞ്ചന്തയിൽ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ വിരമിക്കൽ പ്രഖ്യാപനവുമായി കോൾപ്ലേ. മുഖ്യഗായകൻ ക്രിസ് മാർട്ടിൻ തന്നെയാണ് വിരമിക്കാനുള്ള തീരുമാനം അറിയിച്ചതെന്ന് റിപ്പോർട്ടുകൾ. സിംഗപ്പൂരിൽ ഇന്ത്യൻ വംശജനായ മുൻ മന്ത്രിക്ക് അഴിമതിക്കേസിൽ 1 വർഷം തടവ്. ഹൈക്കോടതി ശിക്ഷ വിധിച്ചത് മുൻ ഗതാഗത മന്ത്രി S. ഈശ്വരനെ. ഭക്ഷണം കൊടുക്കാൻ ഗേറ്റ് തുറന്ന ജീവനക്കാരനെ സിംഹം കടിച്ചുകൊന്നു. നൈജീരിയൻ മുൻ പ്രസിഡന്റ് ഒബാസാൻജോയുടെ ഉടമസ്ഥതയിലുള്ള വൈൽഡ് ലൈഫ് പാർക്കിൽ ജോലി ചെയ്തിരുന്ന ബാബാജി ദൌളാണ് കൊല്ലപ്പെട്ടത്. UAE സന്ദർശിക്കുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇൻസ്പെക്ടർ ഡയറക്ടർ മുരുകദാസിന് സ്വീകരണം നൽകി പാലക്കാട് പ്രവാസി സെന്റർ. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ ശശികുമാർ ചിറ്റൂർ അധ്യക്ഷനായി.
ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് OACC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സന്ദർശനാർത്ഥം ദമാമിലെത്തിയ KPCC സെക്രട്ടറി KP നൌഷദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ IT വിദ്യാഭ്യാസ ശൃംഖലയായ GTech ഗ്ലോബലിന്റെ ലോകത്തിലെ 781ാമത്തെ ബ്രാഞ്ച് ഒമാനിൽ ആരംഭിച്ചു. ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത് അൽമൂജ് മസ്കറ്റിന് സമീപം. സൗദി ദമാമിലെ തൃശൂർ നാട്ടുകൂട്ടം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തൃശൂർ പ്രീമിയർ ലീഗ് സീസൺ 5 ഒക്ടോബർ 24, 25 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ. മഹാത്മാഗാന്ധിയുടെ 155ാമത് ജന്മദിനം അബുദാബി ഇഖാസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. അബുദാബി മലയാളി സമാജത്തിൽ നടന്ന ചടങ്ങിൽ ഇൻകാസ് അബുദാബി പ്രസിഡന്റ് MM അൻസാർ അധ്യക്ഷനായിരുന്നു. OACC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റഫ വാട്ടർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒളിമ്പ്യ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത് പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന 12 ടീമുകൾ. റിസാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം അബുദാബി മദീനത്ത് സയ്യിദിൽ പ്രവർത്തനം ആരംഭിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ അമീൻ മനാൻ, സനം സയ്യിദ്, അല അൽ ഖാലിദി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ഖത്തർ പിറവം പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഏഷ്യൻ ടൗൺ റീക്രിയേഷൻ ഹാളിൽ നടന്ന പരിപാടികൾ ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച നടൻ മോഹൻരാജിന്റെ സംസ്കാരം വിദേശത്തുള്ള മകൾ എത്തിയ ശേഷം പാർക്കിൻസൺസ് രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രം ഹൃദയപൂർവ്വത്തിലെ കൂടുതൽ അഭിനേതാക്കളുടെ വിവരങ്ങൾ പുറത്ത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ഐശ്വര്യ ലക്ഷ്മി. നടി സംഗീതയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാക്കുന്നു. നമസ്കാരം.